ടേംസ് ഓഫ് ട്രേഡ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് എ കൺട്രീസ് എക്സ്പോർട്ട് കമ്പയർഡ് ടു ഇറ്റ്സ് ഇമ്പോർട്ട് ഈസ് കോൾഡ് ടേംസ് ഓഫ് ട്രേഡ്, TOT. It is a measure of how much import an economy can get for a unit of exported goods. A rise in price of exported goods in international markets would increase the TOT, terms of trade, and the increase in price of imported goods will decrease the terms of trade. A country's terms of trade measures a country's export in relation to its import prices and can be explained as. എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിന് എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂടി കമ്പയർ ചെയ്യണതാണ്. എക്സ്പോർട്ട് കമ്പയർഡ് ടു ഇറ്റ്സ് ഇമ്പോർട്ട്സ്. എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് വെച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയണത്. റിലേറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ്സിന് ഉണ്ടാകുന്ന പ്രൈസ് ഒരു ഏതെങ്കിലും ടേംസ് ആയിട്ട് മറ്റൊന്ന് കമ്പയർ ചെയ്ത് നോക്കണത് കേട്ടോ. രണ്ട് ഗുഡ്സിൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കമ്പാരിസനെയാണ് റിലേറ്റീവ് പ്രൈസ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ എന്തിനനുസരിച്ചിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സും തമ്മിലാണ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ അതിനെയാണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയണത്. അതായത് നമ്മളൊരു ഇക്കണോമി എത്ര എമൗണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പോർട്ട് ഗുഡ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് യൂണിറ്റ് ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സ്, അത് ഒരു യൂണിറ്റ് എക്സ്പോർട്ട് ഗുഡ്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് ഇവിടെ TOT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് കൂടും. അതുപോലെ ഇൻക്രീസ് ഇമ്പോർട്ട് ഗുഡ്സിൻ്റെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടേംസ് ഓഫ് ട്രേഡ് ഡിക്രീസ് ചെയ്യും കേട്ടോ. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് ഇൻക്രീസ് ചെയ്യും. ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെയാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ടേംസ് ഓഫ് ട്രേഡ് ഡിക്രീസ് ചെയ്യും. ഒരു കൺട്രിയുടെ ടേംസ് ഓഫ് മെഷേഴ്സ് എന്തിനാശ്രയിച്ചാണ്? എക്സ്പോർട്ടിന് അനുസരിച്ചിട്ടാണ്. കൺട്രീസ് എക്സ്പോർട്ട് റൈസ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് ഇമ്പോർട്ട് പ്രൈസസ്. എക്സ്പോർട്ട് കൂടെയാണോ അതെന്തുമായിട്ട് കമ്പയർ ചെയ്യും? ഇമ്പോർട്ട് പ്രൈസുമായി കമ്പയർ ചെയ്യും. അതെങ്ങനെയാണെന്ന് താഴെ പറയുന്നുണ്ട്. ടേംസ് ഓഫ് ട്രേഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണത്. ഇവിടെ നമുക്ക് ടേംസ് ഓഫ് ട്രേഡ് കാണാനുള്ള ഇക്വേഷനാണ് ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് പ്രൈസ് ഇൻറ്റു 100. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ടേംസ് ഓഫ് ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്യണത്. ടേംസ് ഓഫ് ട്രേഡ് വാസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഹൗ ഹെൽത്തി ദ ഇക്കണോമി ഓഫ് എ കൺട്രി ഈസ്. ടേംസ് ഓഫ് ട്രേഡ് നോക്കണത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുള്ളതാണ്, ഹൗ ഹെൽത്തി എന്ന് പറഞ്ഞാൽ എത്ര നല്ലതാണെന്ന് നോക്കണതാണ്, ആരോഗ്യകരമായിട്ടുള്ളതാണോ എന്നുള്ളത്. ബട്ട് ഇറ്റ് ക്യാൻ ലീഡ് ടു റോങ് ഇൻ്റർപ്രിട്ടേഷൻസ്. പക്ഷെ എന്താണ്, ചിലപ്പോൾ തെറ്റായ ധാരണകൾക്ക് അല്ലെങ്കിൽ തെറ്റായ ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരാനും ഈ ടേംസ് ഓഫ് ട്രേഡ് കാരണമാകാറുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോ വൈ എക്സ്പോർട്ട് ഇൻക്രീസ് ഇൻ റിലേഷൻ ടു ഇമ്പോർട്ട്സ് ആസ് ടേംസ് ഓഫ് ട്രേഡ് ആർ ഇമ്പാക്റ്റഡ് ബൈ ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യണത്, എന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ? ഇമ്പോർട്ടുമായി. അതുപോലെ തന്നെ ടേംസ് ഓഫ് ട്രേഡിൽ എന്താണ് ചേഞ്ചസ് വന്നത്, എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എന്ത് ചേഞ്ചസാണ് പ്രൈസിൽ വന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കണത്. എന്തുകൊണ്ട്? ടേംസ് ഓഫ് ട്രേഡ് കൊണ്ട് നോക്കണത്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ടേംസ് ഓഫ് ട്രേഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെയാണ് പ്രൈസ് കൂടണമെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് ഡിക്രീസ് ചെയ്യണത്. To perform the economic monitoring, terms of trade measurements are recorded in an index. സാമ്പത്തികമായിട്ട് ഇക്കണോമിക് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ടേംസ് ഓഫ് ട്രേഡ് മെഷർ ചെയ്യണത് എന്താണ്? ഇൻഡെക്സ് രൂപത്തിലാണ് കേട്ടോ. ആ ഇൻഡെക്സിൽ കാണിക്കും. നമ്മൾ മണി എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പോകുമ്പോൾ പ്രൈസ് റൈസ് ചെയ്യണതും ഡിക്രീസ് ചെയ്യണത് കാണിക്കുമല്ലോ ഓരോ കമ്പനിയുടെ. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും കാണിക്കണത് ടേംസ് ഓഫ് ട്രേഡിൽ വന്ന വ്യത്യാസങ്ങൾ കാണിക്കണം. ഏത് രൂപത്തിലാണ്? ഇൻഡെക്സ് രൂപത്തിലാണ് കേട്ടോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ് ആണ് പറയണത്. ടേംസ് ഓഫ് ട്രേഡ് 7 ടൈപ്സ് ആണ് ഉള്ളത്. നെറ്റ് ബാർട്ടർ ഓർ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ്, ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ്, ഇൻകം ടേംസ് ഓഫ് ട്രേഡ്, സിംഗിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ്, ഡബിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ്, റിയൽ കോസ്റ്റ് ടേംസ് ഓഫ് ട്രേഡ് ആൻഡ് യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ്. 7 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നെറ്റ് ബാർട്ടർ കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് എന്താണെന്നാണ് പറയണത് കേട്ടോ. ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മോഡിറ്റി ടേംസ് ഓഫ് ട്രേഡ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസസ് ഇൻഡീസസ്. എന്തിനനുസരിച്ചിട്ട് അവനത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൈസ് ഇൻഡീസസിനനുസരിച്ചിട്ടാണ്
അത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിയാണ് ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. It does not take into consideration the change in composition of the foreign trade and quality of the goods. ഇവിടെ എന്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല, ഫോറിൻ ട്രേഡ് എങ്ങനെയാണെന്നോ അതുപോലെ ക്വാളിറ്റി ഗുഡ്സിൻ്റെ ക്വാളിറ്റിയിൽ വന്ന ചേഞ്ചസോ അവർ നോക്കുന്നില്ല. ദ കൺസെപ്റ്റ് എക്സാമിൻസ് ഷോർട്ട് ടൈം ചേഞ്ചസ് ഓൺലി. അതൊരു എന്താണ്, ഷോർട്ട് ടൈം ചേഞ്ചസ് മാത്രമായിട്ട് അവരെന്ത് ചെയ്യണുള്ളൂ, അതിനെ എക്സാമിൻ ചെയ്യണുള്ളൂ. ഇറ്റ് ത്രോസ് നോ ലൈറ്റ് ഓൺ ലോങ് ടൈം ചേഞ്ചസ്. ഇതിലെന്തെന്ന് കാണുന്നത്, ലോങ് ടൈമിലേക്ക് ഒരു ചേഞ്ചസും എന്തുകൊണ്ടുണ്ടാവില്ല, നെറ്റ് ബാർട്ടർ ഓർ കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡിൽ വന്നില്ല. അപ്പോൾ അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൈസ് ഇൻഡീസസിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. വേറൊന്നും അവരതിൽ കൺസിഡർ ചെയ്യണില്ല. അതിൽ വന്ന വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണെന്ന് അവർ നോക്കുന്നില്ല. അപ്പോൾ അതാണ് നെറ്റ് ബാർട്ടർ കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അടുത്ത ഗ്രോസ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് ആണ് പറയണത്. നെറ്റ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് പോലെ തന്നെയാണ് ഇതെങ്കിലും എന്തിനനുസരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, ഡു നോട്ട് അറ്റാച്ച് എൻ ഇമ്പോർട്ടൻസ് ടു ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. അവിടെയും അവരെന്ത് നോക്കണില്ല, ക്വാളിറ്റി ഗുഡ്സിൽ വന്ന ക്വാളിറ്റി ചേഞ്ചസിൽ അവരധികം ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. ഗ്രോസ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് ഡു നോട്ട് പ്രൊവൈഡ് എനി ക്ലൂ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്. അതുപോലെ ഗ്രോസ് കമ്മോഡിറ്റി ടൈംസിൽ ചെയ്യണത് എന്താണ്, യാതൊരു പേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അതിൻ്റെ എഫക്റ്റുകൾ എന്താണെന്ന് യാതൊരുവിധ ക്ലൂവും ഒരു തെളിവും നൽകുന്നുമില്ല. ഗ്രോസ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് ഇൻക്ലൂഡ് യൂണിലാറ്ററൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് ഡൊണേഷൻ, ഗിഫ്റ്റ് എക്സെട്ര. ഗ്രോസ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡിൽ വന്നത് ഡൊണേഷൻ, ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് കേട്ടോ. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളും സമ്മതത്തോടു കൂടി നടത്തുന്നത്. ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ട്രേഡ്. പക്ഷേ ഇതെന്താണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ചേഞ്ചസ് വന്നത് എന്തുകൊണ്ടാണത്, ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് ട്രേഡ് അല്ല അല്ലെ. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡൊണേഷൻ, ഗിഫ്റ്റ് രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ചാരിറ്റി ആയിട്ടാണ് വന്നത്, അതിന് പ്രതിഫലമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്തായിട്ട് പറയാത്തത്, അവർ ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് ട്രേഡ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ വാല്യൂ ഡിറൈവ് ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രോസ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് എന്ന് പറയണത്. അടുത്തത് ഇൻകം ടൈംസ് ഓഫ് ട്രേഡ് ആണ് പറയണത്. കൺസെപ്റ്റ് ഓഫ് ഇൻകം ടൈംസ് ഓഫ് ട്രേഡ് ഈസ് എ നാരോ കൺസെപ്റ്റ്. എന്താ നാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതി എന്നാണ് പറയണത് കേട്ടോ. ഒരു ഇടുങ്ങിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ആശയം എന്നാണ് പറയണത്. ഇൻഡെക്സ് ഓഫ് ഇൻകം ടൈംസ് ഓഫ് ട്രേഡ് റിലേറ്റ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് ഇമ്പോർട്ട്സ് ആസ് ബീങ് ഡിപ്പെൻഡ് ഓൺലി ഓൺ എക്സ്പോർട്ട്. ഇതിൽ നോക്കണത് ഇൻകം വന്നത് എന്തിനെ നോക്കും, എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് നോക്കും, ഇമ്പോർട്ട് ആണോ അല്ലെങ്കിൽ എക്സ്പോർട്ടിൽ നിന്ന് മാത്രമാണോ എന്നാണ് നോക്കുന്നത്. ഇൻകം ടൈംസ് ഓഫ് ട്രേഡ് ആർ ഓൾസോ കോൾഡ് കപ്പാസിറ്റി ടു ഇമ്പോർട്ട്. ഇൻകം ടൈംസ് ഓഫ് ട്രേഡിൽ കൂടുതലും ഇതിനെ പറയണത് എന്താണ്, കപ്പാസിറ്റി ടു ഇമ്പോർട്ട് എന്നാണ് പറയണത് കേട്ടോ. ഇറ്റ് ഈസ് സോ ബിക്കോസ് ഇൻ ദ ലോങ് റൺ ദ വാല്യൂ ഓഫ് ടോട്ടൽ എക്സ്പോർട്ട് ഓഫ് എ കൺട്രി ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഇമ്പോർട്ട്സ്. അങ്ങനെ പറയാൻ കാരണം ഇൻകം ഓഫ് ട്രേഡിൽ അവിടെ ലോങ് റണ്ണിലേക്ക് വാല്യൂ നോക്കുമ്പോൾ അവർ എത്രയാണോ എക്സ്പോർട്ട് നടത്തിയാക്കണം അതിന് തുല്യമായിട്ടായിരിക്കും അവർ എന്ത് ചെയ്യണത്, ഇമ്പോർട്ടും ചെയ്യണത്. അതുകൊണ്ടാണ് അതിനെ ഇൻകം ടൈംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇവരെന്ത് നോക്കും, ലാഭനഷ്ടങ്ങൾ യാതൊരു രീതിയിലും ഒരു പരിഗണനയ്ക്ക് എടുക്കുന്നുമില്ല. അപ്പോൾ അതിനെയാണ് ഇൻകം ടൈംസ് ഓഫ് ട്രേഡ് എന്ന് പറയണത് കേട്ടോ. ഇനി നാലാമത് സിംഗിൾ ഫാക്ടോറിയൽ ടൈംസ് ഓഫ് ട്രേഡ് എന്താണെന്നാണ് പറയണത്. ഫാക്ടോറിയൽ ടൈംസ് ഓഫ് ട്രേഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ എന്താണ് നോക്കുന്നത്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആണ് നോക്കുന്നത് കേട്ടോ. ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ട്രേഡ് നോക്കുന്നത്. ദ സിംഗിൾ ഫാക്ടോറിയൽ ടൈംസ് ഓഫ് ട്രേഡ് കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ദ ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട് പ്രൊഡക്ടിവിറ്റി. ഇത് കാൽക്കുലേറ്റ് ചെയ്യണത് സിംഗിൾ ഫാക്ടോറിയൽ ടൈംസ് ഓഫ് ട്രേഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, കമ്മോഡിറ്റി ടൈംസ് ഓഫ് ട്രേഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് കിട്ടും. The greatest shortcomings of single factor terms of trade is that it does not take into consideration potential domestic cost of production of input industries of importing country. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പ്രധാനമായ ഷോർട്ട് കമ്മിങ്സിൻ്റെ അഭാവം അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഫാക്ടർ ടേംസ് ഓഫ് ട്രേഡിൽ നമ്മൾ നോക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് പൊട്ടൻഷ്യൽ ഡൊമസ്റ്റിക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ നടക്കുന്ന ട്രേഡിങ്ങിന് മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പ്രൊഡക്ഷൻ ഓഫ് ഇൻപുട്ട് ഇൻഡസ്ട്രീസ് ഓഫ് ഇമ്പോർട്ടിംഗ് കൺട്രി. ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ വന്ന ഇൻപുട്ട് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണോ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇതിൽ സിംഗിൾ ഫാക്ടർ ടേംസ് ഓഫ് ട്രേഡിൽ കേട്ടോ. അഞ്ചാമത്തെ 2 ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് ആണ് പറയണത്. Double factor terms of trade takes into account the productivity of the factors of production in the country's exports as well as the productivity of the foreign factors of production used in country's imports. It is very difficult to estimate the index of double factorial terms of trade of a country because to do so, it is necessary to measure the productivity of import goods produced in the country. 2 ഫാക്ടോറിയൽ എന്താ ഡബിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയാറുണ്ട്. ഇതിൽ പ്രൊഡക്ടിവിറ്റിയും നോക്കുന്നുണ്ട് എക്സ്പോർട്ടിൻ്റെ, അതുപോലെ തന്നെ ഫോറിൻ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടഡ് കൺട്രികൾ ഉപയോഗിക്കുന്നത്, അത് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി നോക്കുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പ്രൊഡക്ടിവിറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കാൻ കാരണമായിട്ട് പറയണത് പ്രൊഡക്ടിവിറ്റി ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് എവിടെ നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണെന്നുള്ളത് എന്തിന് ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മൾ ടേംസ് ഓഫ് ട്രേഡിൽ നോക്കേണ്ടത് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ദ ഗെയിൻസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ബൈ ദിസ് കൺസെപ്റ്റ്. പിന്നെ ഈ ടേംസ് ഓഫ് ട്രേഡിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലെന്നുള്ളൂ, അതിനെത്രയാണ് നമ്മൾക്ക് ലാഭം കിട്ടുന്നതെന്ന് കണക്കാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദ യൂട്ടിലിറ്റി ഓഫ് ദ ഗുഡ്സ്. എന്താണ് യൂട്ടിലിറ്റി, ആ ഗുഡ്സിന് എത്രത്തോളം യൂട്ടിലിറ്റി ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണത്, എക്സ്പോർട്ട് ചെയ്യുന്നാലും ഇമ്പോർട്ട് ചെയ്യുന്നാലും അത് അവർക്ക് ആവശ്യമുള്ളതാണ്, അവർക്ക് ആവശ്യകത ഉള്ളതാണോ എന്ന് വിലയിരുത്തുന്നതിന് ഇല്ലെന്ന്, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇതിന് ഡബിൾ ഫാക്ടോറിയൽ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളും എക്സ്പോർട്ടഡ് കൺട്രിയുടെയും ഇമ്പോർട്ടഡ് കൺട്രി പ്രൊഡക്ടിവിറ്റിക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ആറാമത്തത് റിയൽ കോസ്റ്റ് ഓഫ് ട്രേഡ്, കോസ്റ്റ് ട്രേഡ് ടേംസ് ഓഫ് ട്രേഡ് ആണ് കേട്ടോ പറയണത്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഗുഡ്സ് ആർ കമ്പയർഡ് അക്കോർഡിംഗ് ടു ദർ യൂട്ടിലിറ്റി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് യൂട്ടിലിറ്റി എന്ത് കാര്യത്തിനാണ്, എന്ത് ആവശ്യകതയാണ് അതിനനുസരിച്ച് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. റിയൽ കോസ്റ്റ് ഓഫ് ബോത്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഈസ് വർക്ക്ഡ് ഔട്ട്. Real cost terms of trade is calculated by multiplying the single factor terms of trade with the index of the amount of disutility per unit of productive resources used in producing exports. അപ്പോൾ റിയൽ കോസ്റ്റ് ആണ് രണ്ടിൻ്റെയും നോക്കണത്, എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും നോക്കണത്. ഇനി അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണത് സിംഗിൾ ഫാക്ടർ ടേംസ് ഓഫ് ട്രേഡ് ഉണ്ട്, അതിൻ്റെ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ആ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the amount of disutility per unit of productive resource used in producing export. നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസോഴ്സുകളിൽ നമ്മൾ യൂട്ടിലിറ്റി ഉപയോഗിക്കാത്തതുണ്ടായിരിക്കും, അതിൻ്റെ പെർ യൂണിറ്റ് പ്രൊഡക്ടിവിറ്റി. അതുകൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക, ഏതിനാ സിംഗിൾ ഫാക്ടർ ടേംസ് ഓഫ് ട്രേഡിൻ്റെ ഇൻഡെക്സിനെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, റിയൽ കോസ്റ്റ് ഓഫ് കിട്ടും. Main defect of real cost terms of trade is that it is concerned only with the quantity of foreign goods obtained with the real cost inherent in exports. ഇനി ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാം, മെയിൻ ഡിഫക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോറിൻ ഗുഡ്സ് എത്ര ക്വാണ്ടിറ്റി നമ്മൾക്കത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ റിയൽ കോസ്റ്റ് മാത്രമാണ് നോക്കുന്നത്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എത്ര റിസോഴ്സുകൾ വന്നിട്ടുണ്ട്, അതിന് വേസ്റ്റ് ഒന്നും നോക്കൂല, അതിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്, കോസ്റ്റ് കണക്കാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പോരായ്മയായിട്ട് പറയണത്. ഇനി ലാസ്റ്റത്തെ എന്താണ് പറയുന്നത്, യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ് ആണ് പറയണത് കേട്ടോ. യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ് ആർ ദ ഇൻഡെക്സ് ഓഫ് റിലേറ്റീവ് യൂട്ടിലിറ്റി ഓഫ് ഇമ്പോർട്ട് ആൻഡ് ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസ് ഫോർഗോൺ ടു പ്രൊഡ്യൂസ് എക്സ്പോർട്ട്സ്. എന്താണ് പറയണത്, ഇവിടെ നമ്മൾ ഇൻഡെക്സ് നോക്കണത് റിലേറ്റീവ് യൂട്ടിലിറ്റിയാണ്, എന്തിൻ്റെ, ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും പിന്നെന്താണ് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസ് എന്താണോ, ഇത് രണ്ടിൻ്റെയും റിലേറ്റീവ് യൂട്ടിലിറ്റിയാണ് ഇവിടെ നോക്കണത്. ഇതൊരു അൺറിയലിസ്റ്റിക് കൺസെപ്റ്റ് ആയിട്ടാണ് പറയണത്. എന്താണ് പറയണത്, ദ യൂട്ടിലിറ്റി ആൻഡ് ഡിസ്യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് പ്രിസൈസ്ലി. വ്യക്തമായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യം ഉപയോഗിക്കുന്നില്ലെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് എന്താണ്, അൺറിയലിസ്റ്റിക് എന്നാണ് പറയണത്. ബോത്ത് കൺസെപ്റ്റ്സ് ആർ സബ്ജക്റ്റീവ് ആൻഡ് ഹാവ് നോ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. എന്താണ്, സബ്ജക്റ്റീവ് ആണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫിഷ്യൻസി കിട്ടില്ല.
ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ് കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ടേംസ് ഓഫ് ട്രേഡ് ആണ് കേട്ടോ പറയണത്. 2 ഫാക്ടേഴ്സാണ് പറയണത്. റെസിപ്രോക്കൽ ഡിമാൻഡും ഉണ്ട്, സൈസ് ഓഫ് ഡിമാൻഡും ഉണ്ട്. ഫസ്റ്റത്തെ റെസിപ്രോക്കൽ ഡിമാൻഡാണ്. റെസിപ്രോക്കൽ ഡിമാൻഡ് 2 ആയിട്ടാണ് വരുന്നത് കേട്ടോ. 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യണത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും. അതിൽ ഒന്നാമത് നോക്കാം നമുക്ക് റെസിപ്രോക്കൽ ഡിമാൻഡിൽ കേട്ടോ. 2 ഹെഡ്സ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഫസ്റ്റത്തെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയണത്. ദിസ് ഇൻക്ലൂഡ്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ഗുഡ്സ്. ഇവിടെ നോക്കുന്നത് എന്താണ്? എക്സ്പോർട്ട് ഗുഡ്സ് ഇമ്പോർട്ട് ഗുഡ്സിന് ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടെന്നുള്ളത്. ദ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്സ് ഓഫ് എ കൺട്രി ഈസ് ലെസ് ഇലാസ്റ്റിക്. എക്സ്പോർട്ട് ഒരു രാജ്യത്തിൻ്റെ നമ്മൾ എടുക്കുന്ന എക്സ്പോർട്ട് എപ്പോഴും എന്തായിരിക്കും? ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ടേംസ് ഓഫ് ട്രേഡ് വിൽ ബി ഇൻ ഇറ്റ്സ് ഫേവർ ആൻഡ് ടേംസ് ഓഫ് ട്രേഡ് വിൽ ബി ഫേവറബിൾ ടു എ കൺട്രി ഹൂസ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഈസ് മോർ ഇലാസ്റ്റിക്. ഇപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഫേവർ ആൻഡ് ടേംസ് ഓഫ് ട്രേഡ് വിൽ ബി ഫേവറബിൾ ടു എ കൺട്രി. ഫേവർ ആയിരിക്കാം അല്ലെങ്കിൽ ഫേവറബിൾ ആയിരിക്കാം. എങ്ങനെയുള്ളവർക്ക് മാത്രമാണ്? ഹൂസ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഈസ് മോർ ഇലാസ്റ്റിക്. ഇമ്പോർട്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള, ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത ഉള്ളതെന്നാണ് കേട്ടോ. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് എന്തായിരിക്കും? ടേംസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആയിരിക്കും. അല്ലാത്ത രാജ്യങ്ങൾക്ക് എന്താണ് പറയണത്? ഫേവറബിൾ അല്ല എന്നാണ് പറയുന്നത് ടേംസ് ഓഫ് ട്രേഡ് കേട്ടോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഇമ്പോർട്ടിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ മോർ ഇലാസ്റ്റിക്കുമായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഹാസ് ദ ഫോളോയിങ് ഇഫക്റ്റ് ഓൺ ടേംസ് ഓഫ് ട്രേഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ താഴെ പറയുന്ന ഇഫക്റ്റാണ് ടേംസ് ഓഫ് ട്രേഡിൽ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തത്, ഇഫ് ദ സപ്ലൈ ഓഫ് എക്സ്പോർട്ട് ഈസ് ലെസ് ഇലാസ്റ്റിക്. സപ്ലൈ ഓഫ് എക്സ്പോർട്ട് എന്തായിരിക്കും? ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് വിൽ ബി അൺഫേവറബിൾ ആയിരിക്കും. ആൻഡ് ഇഫ് മോർ ഇലാസ്റ്റിക് ദ സെയിം വിൽ ബി ഫേവറബിൾ. ഇപ്പോൾ ഇനി ഇലാസ്റ്റിക് ആണ്, ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ട്രേഡ് അൺഫേവറബിൾ ആയിരിക്കും. മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ അതെന്തായിരിക്കും? ഫേവറബിൾ ആയിട്ട് മാറും. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ പറയണത്, ഇഫ് ദ സപ്ലൈ ഓഫ് ഇമ്പോർട്ട്സ് ഈസ് ലെസ് ഇലാസ്റ്റിക്. ഇമ്പോർട്ട് സപ്ലൈയുടെ ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഇമ്പോർട്ട് ഈസ് മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് എന്തായിരിക്കും? അൺഫേവറബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്ത് വരുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റിൽ അതാണ് കേട്ടോ വരുന്നത്. എന്തിനനുസരിച്ചിട്ടാണ് വരുന്നത്? ആദ്യത്തെ ഹെഡിങ്സ് പറയണത് റെസിപ്രോക്കൽ ഡിമാൻഡ് എന്നാണ് പറയണത് കേട്ടോ. ഇനി രണ്ടാമത്തെ സൈസ് ഓഫ് ഡിമാൻഡാണ് പറയണത്. With the increase in demand for the exports of a country, price of export will increase as against the price of imports and hence terms of trade become favorable. എന്താണ് പറയുന്നത്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, എക്സ്പോർട്ടിനുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൈസ് എക്സ്പോർട്ടിനെ ഇൻക്രീസ് ചെയ്യും. ഇമ്പോർട്ടിൻ്റെയും പ്രൈസ് എന്ത് ചെയ്യും? എഗനിസ്റ്റ് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് ഹെൻസ് പ്രൈസ് ഇമ്പോർട്ട് എന്തായിരിക്കും? കുറവായിരിക്കും എന്നത്. ടേംസ് ഓഫ് ട്രേഡ് അപ്പം അങ്ങനെയാണെങ്കിൽ ഫേവറബിൾ ആയിരിക്കും കേട്ടോ. ഇഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഇൻക്രീസ്, നേരെ തിരിച്ച് ഇമ്പോർട്ടിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, പ്രൈസും ഓൾസോ ഇൻക്രീസ് ആണെങ്കിൽ എക്സ്പോർട്ടിൻ്റെ പ്രൈസ് എന്തായിരിക്കും? കുറയും. അതുകൊണ്ട് തന്നെ ടേംസ് ഓഫ് ട്രേഡ് എന്തായിരിക്കും? അൺഫേവറബിൾ ആയിരിക്കും. അപ്പോൾ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഇവിടെ എന്ത് തീരുമാനിക്കേണ്ടത്? സൈസ് ഓഫ് ഡിമാൻഡ് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ നോക്കണത് കേട്ടോ. അപ്പോൾ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്ന പ്രൈസും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫേവറബിൾ ആണ് ടേംസ് ഓഫ് ട്രേഡ്. നേരെ തിരിച്ച് ഇമ്പോർട്ടാണ് കൂടുതൽ, ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഇമ്പോർട്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ടേംസ് ഓഫ് ട്രേഡ് ഡിക്രീസ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ് കേട്ടോ. ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പറയണത്. 3 പോയിന്റ്സ് ആണ് പറയണത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ടെക്നോളജി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. അതിൽ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് പറയണത്. ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഐറ്റംസ് ദ കൺട്രി ഹൗ ടു ഇമ്പോർട്ട് അഫക്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എന്താണ്? അവർ വാങ്ങണം, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസിൽ വന്ന വ്യത്യാസങ്ങൾ അവരുടെ ജീവിത രീതിയെ എന്തിനാ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടഡ് ടേംസ് ഓഫ് ട്രേഡ് മൈറ്റ് മീൻ ദ കൺട്രി കുഡ് ടു ഇമ്പോർട്ട് ചീപ്പർ ഫുഡ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിന് എന്തായിരിക്കും?
ക്വാളിറ്റി കുറവായിരിക്കും, ചീപ്പർ ഗുഡ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഇമ്പോർട്ട് ചെയ്യുന്നത്, മറ്റു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തായിരിക്കും, ബിലോ ആവറേജ് ആയിരിക്കും. രണ്ടാമത്തെ പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ടെക്നോളജിയാണ്. പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ടെക്നോളജി അഫക്റ്റ് റിലേറ്റീവ് പ്രൈസസ് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്സ് നീഡഡ് ടു സസ്റ്റെയിൻ ഗ്രോത്ത്. നമ്മൾ എന്താണ് ഇറക്കുമതി ചെയ്യണം, അപ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കണം. അതെന്തിനെ അഫക്റ്റ് ചെയ്യും, ഒരു നിലനിൽപ്പ് ഉണ്ടാകും, സസ്റ്റെയിൻ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇൻപുട്ടാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നോളജി വേണം. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എ വീക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ട്. എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് വീക്ക് ആകുമ്പോൾ, നമ്മളുടെ വിനിമയ നിരക്ക് കുറയുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ്, ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൈസ് വേരി ചെയ്യും, ഇൻക്രീസ് ചെയ്യണത്. ഇപ്പം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഇറക്കുന്നത്, നമ്മളുടെ മൂല്യം, രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഡോളർ വില ഉയരൂലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, അമേരിക്കൻ്റെ ഡോളേഴ്സിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വരുമ്പോൾ അതിന് എന്തായിട്ടാണ് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. വേഴ്സൺ ദ ടേംസ് ഓഫ് ട്രേഡ് ആൻഡ് മേക്സ് ഇമ്പോർട്ട് ഓഫ് ന്യൂ ടെക്നോളജി മോർ എക്സ്പെൻസീവ്. എന്തായിട്ടും ടേംസ് ഓഫ് ട്രേഡ് എന്ത് ചെയ്യും, വേഴ്സൺ മോശമായിട്ട് മാറുകയും ചെയ്യും, നമ്മുടെ ഇമ്പോർട്ട് ചെയ്യണതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, എക്സ്പെൻസീവായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. എങ്ങനെയാകുമ്പോഴാണ് വീക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ് പറയണത്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ട്രേഡ് ഫ്ലോസ് ആൻഡ് ദെർബൈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻസ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൈസസ് എന്ന വാല്യൂ ഓഫ് ട്രേഡ് ഫ്ലോസിനെ മാത്രമല്ല ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ എന്ത് ചെയ്യേണ്ടത്, അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 പോയിൻ്റാണ് സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയണത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ടെക്നോളജി, ബാലൻസ്